الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ ജീവിക്കാനും അവനിഷ്ടപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാറ്റും കോളിലും പെട്ട് കപ്പൽ അപകടാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആളുകളുടെ ഭാരം കുറച്ചേ മതിയാകൂ. ഭാരം കുറക്കാൻ ആരെ പുറത്തിടണം എന്ന വിഷയത്തിൽ അവർ ടോസിട്ടപ്പോൾ സെലക്ഷൻ കിട്ടിയത് പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കാണ്. വീണ്ടും വീണ്ടും നടത്തിയ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ നാമം തന്നെ തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ കടലിലേക്കവർ എടുത്തെറിഞ്ഞു. വലിയ മത്സ്യം വന്ന് വിഴുങ്ങി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്? ഒരാളുടെ ജീവിതം അവസാനിച്ചു എന്നല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇൻ്റെ 87-88 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നുണ്ട്. വദന്നൂൻ ഇദ് ദഹബ മുഗാദിബൻ ഫദന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിളിക്കുകയാണ്. ഫനാദാ ഫി الظുലുമാത്, ഇരുട്ടുകൾക്കകത്ത്, മനസ്സിലെ ഇരുട്ട്, സമുദ്രത്തിൻ്റെ ആഴിയിലെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിനകത്തെ ഇരുട്ട്,
ഈ ഇരുട്ടുകൾക്കകത്ത് നിന്ന് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക് ഇന്നി കുൻതു മിനദ് ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല, നീ മഹാപരിശുദ്ധനാണ്, എൻ്റെ ഭാഗത്ത് അബദ്ധം സംഭവിച്ചിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് ഉറക്കെ പ്രഖ്യാപിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു ശുദ്ധത, അവൻ്റെ ആ ഒരു തെളിമ എടുത്ത് ഉയർത്തിക്കാണിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധത്തെ ഏറ്റുപറഞ്ഞ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ചപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട്? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിളി കേട്ടു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ആ വിളി അള്ളാഹു കേൾക്കുകയും അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ അംരി ദുനിയ ദആ ബിഹി ഫഫറജ അൻ. നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ബാധിക്കുകയാണ്, ദുനിയവിയായിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ കുഴക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ മാനസികമായ സമാധാനം കെടുത്തുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് നീങ്ങിക്കിട്ടുന്ന ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുആ ദിന്നൂൻ, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനദ് ളാലിമീൻ. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നാണ്. സുഹൃത്തുക്കളെ, എല്ലാ ഡോറും അടയപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഈ രോഗത്തിന് ഇനിയൊരു മെഡിസിൻ ഇല്ല, ഇനിയൊരു ചികിത്സയില്ല, എൻ്റെ ഈ ഭാരിച്ച കടം വീട്ടാൻ മാത്രം ആരുടെ കയ്യിലും സംഖ്യയില്ല, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം എനിക്ക് രാഷ്ട്രീയമായ ഹോൾഡില്ല, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ മാത്രം ഭൗതികമായി ഒരു വഴിയുമില്ല, എല്ലാ രംഗത്തും കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്തും തുറന്നു കിടക്കുന്ന കവാടമാണ് സുഹൃത്തുക്കളെ പ്രാർത്ഥന. ഏത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയ ഏക വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പരീക്ഷണങ്ങളെ തടയുന്നത് പ്രാർത്ഥനയാണ്, പരീക്ഷണങ്ങളെ ചികിത്സിക്കുന്നത് പ്രാർത്ഥനയാണ്. അത് ഇറങ്ങാതിരിക്കുന്നത് പ്രാർത്ഥന കാരണത്താലാണ്. ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ തോത് കുറക്കുന്നതും അതിനെ നമ്മിൽ നിന്ന് ഉയർത്തുന്നതുമെല്ലാം പ്രാർത്ഥനയാണ്. അദ്ദുആഉ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ. പ്രാർത്ഥന നമ്മിലേക്ക് ഇറക്കപ്പെട്ട, അത് അനുഗ്രഹങ്ങളാകട്ടെ പരീക്ഷണങ്ങളാകട്ടെ, അത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മിൽ നിന്ന് ഉയർത്തപ്പെടുന്നതും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക പടച്ച റബ്ബിനോട്. സുഹൃത്തുക്കളൊന്ന് മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞ് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ച റബ്ബിനോട് പറയാൻ എത്ര ആളുകൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ 3 പേരും ശക്തിയായി തള്ളി നോക്കി. തുറക്കപ്പെടാൻ ഒരു വഴിയുമില്ല, വിളിച്ചാർത്താൽ ആരും കേൾക്കാനില്ല, ആധുനിക ടെക്നോളജികളില്ല. ആ സമയത്ത് 3 പേരും തീരുമാനിച്ചത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കാം. 3 പേരും ചെയ്ത ഏറ്റവും മഹനീയമായ കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഒരാൾ കാണിച്ച ബിർറുൽ വാലിദൈൻ, മറ്റൊരാൾ കാണിച്ച ചാരിത്രത്തിലെ അയാളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ കാണിച്ച ശ്രദ്ധ, മൂന്നാമൻ കാണിച്ച ആ ഒരു അമാനത്ത്, കൂലി വാങ്ങാതെ ജോലി ചെയ്ത് മടങ്ങിപ്പോയ ആളുടെ ഓഹരിയിൽ നിന്ന് ഒരനക്കം പോലും എടുക്കാതെ അതുകൊണ്ട് ഉരുവിനെ വാങ്ങി വളർത്തി വലുതാക്കിയൊരു താഴ്വാരം മുഴുവൻ അയാളുടെ ഉരുക്കളെ ജോലിക്കാരന് തിരിച്ചു കൊടുത്ത ആ ഒരു അമാനത്ത് പാലിച്ച വ്യക്തി. 3 സൽഗുണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞുപോയ ഡോറ് മുന്നിൽ തുറക്കപ്പെട്ട ചരിത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അശക്തരാകാം, നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയായിരിക്കാം. എല്ലാവരും നമ്മളുമായി ഇടപെടുന്നവരെല്ലാം ദുഃഖത്തോടുകൂടെ, സെൻറ്റിമെൻസോടുകൂടെ, സിമ്പതിയോടുകൂടെ ആയിരിക്കാം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സംസാരം കൂടെ ആകുമ്പോഴേക്ക് ഇനി നമ്മുടേതെല്ലാം തീർന്നു, ഇനിയൊന്നുമില്ല. യാ ഇബാദല്ലാഹ്, എൻ്റെ ദാസന്മാരെ, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഉതീതു കുല്ല ഇൻസാനിൻ മിൻഹും മസ്അലതഹു
മാ നഖസ ദാലിക മിമ്മ ഇൻദി ഷൈഅൻ ഇല്ലാ കമാ യൻഖുസുൽ മുഖയ്യത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദിമനും നിങ്ങളിൽ അവസാനത്തവനും, നിങ്ങളിലെ ഇൻസും നിങ്ങളുടെ ജിന്നും, നിങ്ങളുടെ എല്ലാവരും ഒരു മുറ്റത്ത് നിരന്ന് നിന്നിട്ട് അവരെല്ലാം എന്നോട് ചോദിച്ചാലും ഓരോരുത്തരുടെ ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകും. ഇങ്ങനെ ഉത്തരം നൽകാൻ സുഹൃത്തുക്കൾ ആരാണ് ഇവിടെ ഉള്ളത്? എവിടെ വച്ച് എന്നെ വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് കളവ് പിൽക്കാലത്ത് പറഞ്ഞുണ്ടാക്കി രചിച്ചുണ്ടാക്കിയതാണ് ഇത്തരം കള്ളപ്പാട്ടുകളും കഥകളുമൊക്കെ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് അവർ വിട പറഞ്ഞു പോയത്. അവരുടെ പേരിൽ അന്യായം വെച്ച് കെട്ടുകയാണ് യഥാർത്ഥത്തിൽ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാണ് നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാനും അതിനുത്തരം നൽകാനും കഴിയുന്നയാൾ? നമ്മുടെ പ്രയാസം അറിയുന്നത് അല്ലാഹുവാണ്. നമുക്ക് എത്തിപ്പെടാനുള്ള ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നതും അല്ലാഹുവാണ്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ റബ്ബിനോടല്ലേ നമുക്ക് ചോദിക്കാൻ ഏറ്റവും അർഹതയുള്ളത്? മക്കളെ, നിങ്ങൾക്ക് ഞാനുണ്ടെന്നൊരു പിതാവ് പറഞ്ഞാൽ എത്രത്തോളം ആ മക്കളുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കും? ഒരുപാട് പരിമിതികളുണ്ട് ആ വഴിയിൽ, അല്ലേ? നിങ്ങൾക്ക് ഞാനുണ്ടെന്നൊരു മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിക്ക് നിർവഹിച്ചു തരാൻ പറ്റാത്ത ഇടങ്ങളിൽ ആര് നിർവഹിക്കും? ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റാത്തത് ആര് നിർവഹിക്കും? ഒരു പാരൻസിന് നിർവഹിക്കാൻ കഴിയാത്തത് ആര് നിർവഹിക്കും? അവിടെയാണ് യാതൊരുവിധ തടസ്സവുമില്ലാതെ, യാതൊരുവിധ കുറവുകളുമില്ലാതെ, യാതൊരുവിധ പരിധികളും പരിമിതികളുമില്ലാതെ എന്തു വലുതും ഏത് ചെറുതും നിർവഹിക്കാൻ പറ്റുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിൻ്റെ ഖുവത്തല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ എന്നാണ് പറയേണ്ടത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രയോഗം എന്തിനാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹ്ക്ക് കഴിയാത്ത ഒന്നും തന്നെയില്ല. മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു പോയി. മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണായി തീർന്നാൽ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നവർ വിചാരിച്ചത് അവർ അള്ളാഹുവിൻ്റെ കഴിവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹുവിൻ്റെ ഖദറിനെ, അവൻ്റെ കഴിവിനെ, അവൻ്റെ പവറിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. 7 ആകാശങ്ങളെയും 7 ഭൂമികളെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് അതിൻ്റെ മീതെ ഒരു അർശ് സ്ഥാപിച്ച് ആ അർശിൻ്റെ കുർസിയ തന്നെ ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണെന്ന് പറയുമ്പോൾ ആ അർശിൻ്റെ വലിപ്പം എത്രയാണ്? അതിൻ്റെ റബ്ബ്, അർഷിൻ്റെ റബ്ബ്, റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ആകാശങ്ങളുടെ ഭൂമിയുടെ അർഷിൻ്റെ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത ഒന്നുമില്ല. ചരിത്രമുടനീളം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ചരിത്രത്തിലുടനീളം നമ്മളെ മുന്നിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചരിത്രങ്ങളാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ. കുഞ്ഞുമകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു പിതാവ് എത്രയധികം വേദനിച്ച് കാണും. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾ ബാക്കിയുള്ളവർ കള്ളമാണ് പറയുന്നത് എന്നുകൂടെ വ്യക്തമാകുമ്പോൾ എത്ര പ്രയാസപ്പെട്ട് കാണും. ആ നൊമ്പരപ്പെട്ട ഹൃദയം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. പടച്ചറബി എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ച് ഒരു ദൈവനിഷേധിയായില്ല. ആ വ്രണപ്പെട്ട ഹൃദയം ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പടച്ചറബിനോട് പറഞ്ഞു, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ എല്ലാ ദുഃഖവും, എൻ്റെ എല്ലാ വ്യഥയും, എൻ്റെ എല്ലാ വേദനകളും, എൻ്റെ എല്ലാ നഷ്ടങ്ങളും, എൻ്റെ എല്ലാ പരിഭവങ്ങളും പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ഉയർത്തുകയാണ്. നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മൾ തന്നെ തീർക്കണമൊക്കെ എന്നാണ്. നമ്മളൊക്കെ തീർക്കണം, നമ്മൾ തന്നെ തീർക്കണമെല്ലാം. എന്നിട്ട് എല്ലാം നമ്മൾ തന്നെ നമ്മുടെ തലയിൽ ഏറ്റി നടക്കുകയാണ്. സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കണം. നമ്മുടെ വ്യഥകൾ എന്താണ്, നമ്മുടെ വിഷമങ്ങൾ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പറയാൻ സാധിക്കണം. പടച്ചറബ് നിർവഹിച്ചു തരും. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യ് യാ ഖയ്യൂം അല്ലാഹുവിൻ്റെ 2 നാമങ്ങളാണ്. ഇസ്മുല്ലാഹിൽ അഅദം അല്ലദീ ദുഇയ ബിഹി അജാബ്. അത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. ഏതാണ് ആ 2 പേരുകൾ? അൽ ഹയ്യ്, അൽ ഖയ്യൂം. പ്രഭാതത്തിലും പ്രദോഷത്തിലും വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക് അസ്തഗീസ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഹയ്യും ഖയ്യൂമുമായവനെ, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. എൻ്റെ ആശങ്കയുള്ള, എൻ്റെ ആധിയുള്ള, എനിക്ക് ഭയമുള്ള, എനിക്ക് ദുഃഖമുള്ള, ഞാൻ തലയിൽ പേറി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്,
എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ പടച്ചോനെ. വല തക്കിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം, എൻ്റെ സമ്പത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, മക്കളുടെ ധാർമ്മികതയുടെ കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഈ അനുകൂലമായ ഈ സ്വതന്ത്ര ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ രോഗികളാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പടച്ചറബുണ്ട്, നമുക്ക് പടച്ചറബുണ്ട്. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിർഔനും സംഘവും വന്നെത്തിയപ്പോൾ വിശ്വാസികൾ ഭയന്നു. അവർ പേടിച്ച് വിറച്ചുകൊണ്ട് മൂസയോട് പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മളിപ്പോൾ പിടിക്കപ്പെടും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ പടച്ച റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ച് തരിക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, നമുക്കൊരു പടച്ച റബ്ബുണ്ട്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന് കഴിയാത്ത ഒന്നുമില്ല. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രായാധിക്യത്തിലെത്തിയിട്ടുണ്ട്. ഭാര്യയാകട്ടെ ഒരിക്കലും പ്രസവിക്കാത്തവളാണ്. എന്നിട്ടും പ്രാർത്ഥിച്ചു. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽഅദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹു, നിന്നോട് ചോദിച്ചിട്ട് എനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല പടച്ചോനെ. അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ്. വഅന മഅഹു ഇദ ദഅാനി ഔ കമാ ഖാല റസൂലുള്ളാഹ്, എൻ്റെ ദാസൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ഞാൻ അവൻ്റെ കൂടെയുണ്ടാകുമെന്നാണ്. കൊല്ലാൻ വിളംബരം നടത്തിയ ആളാണ് ഫിർഔൻ. ആ ഫിർഔനിൻ്റെ അടുക്കലേക്കാണ് തൗഹീദ് പറയാൻ പോകണമെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞത്. എത്ര ആശങ്കയുണ്ടാകും, എത്ര ഭയമുണ്ടാകും. പക്ഷെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തി. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ. എളുപ്പമായോ? എളുപ്പമായോ? ആയി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു ഫിർഔനോട് സംസാരിച്ചു. കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത ഫിർഔൻ കേട്ടു. പ്രത്യുത്തരം പറയാത്ത ഫിർഔൻ പ്രത്യുത്തരം പറഞ്ഞു. മറുചോദ്യം ചോദിച്ചു. ഇത് മാജിക്കാണ്, നമുക്ക് മാജിക്കിൽ ഒരു മത്സരം നടത്താമെന്ന് ഫിർഔൻ ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാവരെയും വിളിച്ചു ചേർത്തത് ഫിർഔൻ, സദസ്സൊരുക്കിയത് ഫിർഔൻ, എല്ലാ പണിയും ചെയ്തത് ഫിർഔൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാര്യങ്ങൾ എളുപ്പമായി. റബ്ബി ശ്റഹ് ലി സദ്രി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് കാര്യം എളുപ്പമാകാൻ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. അല്ലാഹുവേ, ഒരു എളുപ്പവുമില്ല നീ എളുപ്പമാക്കിയതല്ലാത്ത എല്ലാം ബുദ്ധിമുട്ടാണ്. നീ എളുപ്പമാക്കിയതൊക്കെ എളുപ്പമാണ്. ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസൻ ഇദാ ശിഅത സഹ്ല. ഈ പ്രാർത്ഥന ഏത് കുടുക്കിൽ റൂട്ട് കിട്ടാതെ നമ്മൾ കുടുങ്ങി. ഭാര്യയെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രാർത്ഥന ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. ഗുഹാവാസികൾ നാടുവിട്ടു. രാത്രി ഗുഹയിൽ അഭയം പ്രാപിച്ചു. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? വഇദി അതസൽതുമൂഹു മാ യഅബുദൂന ഇല്ലല്ലാഹ് ഫഊ ഇലൽ കഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. ഖുർആൻ പറയുന്നു, നിങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ചോ, അവൻ നിങ്ങൾക്ക് തരും, വിശാലമാക്കി തരും. അവർ പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഖൈർ നൽകണമെന്ന് പ്രാർത്ഥിച്ചതോടുകൂടെ അല്ലാഹ് ഉറക്കി. 309 കൊല്ലം അവരെ ഉറക്കി സുരക്ഷിതമായി. അവരെ എതിർത്തിരുന്ന ഭരണാധികാരിയുടെ കാലം കഴിഞ്ഞ് 3 നൂറ്റാണ്ടിപ്പുറം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന രാജാക്കന്മാരെയും പ്രജകളെയും അള്ളാഹു പകരം നൽകി. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. മക്കൾ യതീമുകളായി. വിഷമത്തിൽ കരയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എൻ്റെ ഈ പ്രയാസത്തിന് നീ എനിക്ക് പ്രതിഫലം നൽകണേ, ഇതിനേക്കാൾ ഖൈറായത് നീ തിരിച്ചു നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മു സലമക്ക് പകരം നൽകിയത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇദ്ദകാലം കഴിഞ്ഞ് ഉമ്മു സലമയെ വിവാഹമന്വേഷിച്ച് റസൂലുള്ളാഹി കല്യാണം കഴിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക എന്ന് തുടങ്ങുന്ന കുറച്ച് ലെങ്തിയായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയുങ്ങൾ? അവസാന സമയത്ത് പറയുന്നത്, ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജൽ ഹമ്മഹു വഅബ്ദലഹു മകാന ഹസ്നിഹി ഫർഹാ മകാന ഹുസ്നിഹി ഫർഹാ. ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട് അല്ലാഹ് നീക്കാതിരിക്കില്ല.
അവൻ്റെ ദുഃഖത്തിന് പകരം അള്ളാഹ് സന്തോഷം ഇട്ടുകൊടുക്കും. ദുആ ഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ കരീം അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. പ്രയാസമുണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രയാസം നീങ്ങും. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഇതും പ്രയാസമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യാ ഹയ്യ യാ ഖയ്യൂം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥിക്കാത്തവൻ അഹങ്കാരിയാണ്, അവൻ ഇസ്തിഗ്നാ നടിക്കുന്നവനാണ്. മല്ലം യസ്അലില്ലാ യഗ്ദബ് അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് കോപമാണ്, കാരണം അവൻ അഹങ്കാരിയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്കുള്ള ആരാധനയിൽ അഹങ്കാരം നടിച്ചാൽ അവനെ ഞാൻ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ചോദിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് പടച്ചറബിനോട് ചോദിക്കുക എന്നുള്ളത്. അദ്ദുആഉ അൽ ഇബാദ. ഒരു ആരാധനയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഏത് സമയത്തും പ്രാർത്ഥിക്കാം അല്ലേ? എപ്പോഴും അതിന് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് എവിടെ ഇരിക്കുകയാണോ, എവിടെ കിടക്കുകയാണോ, എവിടെ നിൽക്കുകയാണോ, എവിടെയും വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവിതത്തിൽ നിരവധി പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനകൾ ഓരോന്നിൻ്റെയും പവർ എത്രയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ കുഫീത വ മുഖീത വ തനഹ അൻഹു ശൈത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനത് മദീൻ. ആ ദിവസം ഫുൾ അവൻ അള്ളാഹിൻ്റെ സെക്യൂരിറ്റിയിലാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിശാച് അവൻ നോടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്തെല്ലാം പ്രാർത്ഥനകളുണ്ട്, ഇതെല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിന ദുആ. അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായ കർമ്മം പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല. ലാ യറുദ്ദുൽ ഖദാ ഇല്ലാ ദുആ. ദുആ കൊണ്ടല്ലാതെ ഒരു ഖദാഉം മാറ്റപ്പെടുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. പ്രാർത്ഥന ശക്തമാണോ ബലാഅകൾ തടയപ്പെടും. പ്രാർത്ഥനയും ബലാവും ഒരേ ശക്തിയിലാണോ? ഒരുപക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിൽ ബാധിക്കാം. പ്രാർത്ഥനയുടെ ഫലം ബലാഇനെയും ബലാഇൻ്റെ ഫലം നമ്മളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാം. പ്രാർത്ഥന ദുർബലമാണോ? ബലാ നമ്മളെ ബാധിക്കും. എന്നിരുന്നാലും പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ബലാഉം മുസീബത്തും അതിൻ്റെ തോത് കുറയുമെന്ന് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കാൻ വന്ന പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പാണ്, ഒരു മരത്തടിയാണ് പ്രാർത്ഥന എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ലാ തഅജിസു ഫി ദുആ. നിങ്ങൾ ദുആയിൽ ദുർബലരാകരുത്. ശക്തമായി പ്രാർത്ഥിക്കുക. ഐശ്വര്യത്തിനും പ്രയാസത്തിലും പ്രാർത്ഥിക്കുക. വിനയത്തോടെയും താഴ്മയോടെയും പ്രാർത്ഥിക്കുക. അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി നല്ല സമയങ്ങളിൽ, രാത്രിയുടെ 1/3 സമയത്തും ബാങ്കിനും ഇക്കാമത്തിനെടുക്കുള്ള സമയത്തും നിസ്കാരം കാത്തിരിക്കുന്ന സമയത്തും ജുമഅ ദിനത്തിൻ്റെ അസറിൻ്റെ സമയത്തും സുജൂദിൽ കിടന്നും യാത്രയിലും പ്രയാസപ്പെടുമ്പോഴും സന്തോഷമുള്ളപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. ഖുൽ, നബിയെ പറയൂ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക? അള്ളാഹിൻ്റെ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? അള്ളാഹു പരിഗണിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് പറയാ, അലാ ഉഅല്ലിമുക ദുആഅൻ തദ്ഉ ബിഹി ലൗ കാന അലൈക മിസ്ലു ജബൽ ഉഹ്ദിൻ ദൈന. ഉഹുദ് മലയോളം നിനക്ക് കടമുണ്ടെങ്കിലും ആ കടം വീട്ടാൻ നിന്നെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും പ്രാർത്ഥനയാണ് പരിഹാരം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها عن رحمتي عمن سواك. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും അത് വീട്ടപ്പെടുമെന്നാണ് പറയുന്നത്. മനസ്സിനെ നോവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും പാപങ്ങളും എല്ലാം കഴുകിക്കളയാൻ പടച്ചവനോട് ചോദിക്കുക. ഒരു പ്രാർത്ഥന ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ദുനിയാവിൽ എന്തെല്ലാം ഹസനത്ത് വേണോ അതെല്ലാം ആ പ്രാർത്ഥനയിലുണ്ട്.
ആഖിറത്തിൽ എന്തെല്ലാം ഹസനത്ത് വേണോ അതെല്ലാം ആ പ്രാർത്ഥനയിലുണ്ട്. ആഖിറത്തിൽ നാം ഭയപ്പെടുന്ന നരകമോചനവും ആ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് റബ്ബിനോട് പറയാനും നമുക്കൊരു റബ്ബുണ്ടെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥന നിർഭരമായി കഴിച്ചു കൂട്ടുവാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രാർത്ഥന മരുന്നാണ്. പക്ഷെ എല്ലാ മരുന്നും എല്ലാ ശരീരത്തിലും പ്രവർത്തിക്കാറില്ല. കാരണം ആ മരുന്നിന് എതിരായിട്ട് അയാളുടെ ശരീരത്തിൽ വല്ലതുമുണ്ടെങ്കിൽ ആ മരുന്ന് അയാൾക്ക് ഫലം ചെയ്യില്ല. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥന. ആ ആയുധം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതിനെ എതിർക്കുന്ന കാര്യങ്ങൾ നമ്മിലുണ്ടാകരുത്. ഏറ്റവും പ്രധാനം, നമ്മൾ കുടിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ധരിക്കുന്നത് ഹറാമാകാതിരിക്കുക. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, ഹലാലും തയ്യിബുമായത് നിങ്ങൾ കഴിക്കണമെന്ന ഖുർആനിൻ്റെ ആ കൽപ്പന ജീവിതത്തിലെല്ലാ രംഗത്തും പാലിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ആകാശത്തേക്ക് കൈയുയർത്തി പടച്ചറബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം, മശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്ന വെള്ളം, അയാൾ കഴിക്കുന്ന ഭക്ഷണം, അയാൾ ധരിച്ച വസ്ത്രം എല്ലാം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആളാണ്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുക? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബാണ്, അവൻ ത്വയ്യിബല്ലാത്തൊന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ ത്വയ്യിബായിരിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. നമ്മൾ മുത്തഖികളായിരിക്കണം. പകലിൽ, വെളിച്ചത്തിൽ, പബ്ലിക്കിൽ നമ്മൾ മാന്യന്മാരാണ്, നമ്മൾ ആദരണീയരാണ്. നമ്മെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മെ ആളുകൾ സ്നേഹിക്കുന്നു, നമ്മെ ബഹുമാനിക്കുന്നു, നമ്മെ ആദരിക്കുന്നു. നമുക്കുള്ള സ്ഥാനമാനങ്ങൾ അവർ വകവെച്ച് നൽകുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. മുത്തഖികളാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് 3 തവണയാണ് ജുമഅയുടെ തുടക്കത്തിൽ എല്ലാ ഉപദേശത്തിനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇരുട്ടിലും പകലിലും നമ്മൾ മുത്തഖികളാകണം. തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും വസിക്കുന്നതും നമ്മൾ ഓടിക്കുന്ന വാഹനവും എല്ലാം ഹലാലായിരിക്കണം. 2 ധൃതി കാണിക്കരുത്. ചെടി നട്ടിട്ട് അത് പെട്ടെന്ന് വളർന്ന് വലുതായി ഫലം കാണാതെ അതിനെ നനക്കാതെ പരിചരിക്കാതെ പോകുന്ന ഒരാളെപ്പോലെയാണ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. യുസ്തജാബു ലി അഹദിക്കും മാ ലം യഅജിൽ, ധൃതി കാണിക്കാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. എങ്ങനെ ധൃതി കാണിക്കുക? എത്ര പ്രാർത്ഥിച്ച് എന്ത് കാര്യം? ഈ കണ്ട മനുഷ്യന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ അയാൾ തന്നെ അധികാരത്തിൽ വന്നില്ലേ? അള്ളാഹുയിലുള്ള മോശം വിചാരമാണത്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന പടച്ചറബ് ഉത്തരം തരും. ഒന്നുകിൽ സ്പോട്ടിൽ തരും, അല്ലെങ്കിൽ മറ്റൊരു വിപത്ത് തടയും, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് പരലോകത്തേക്ക് മാറ്റിവെക്കും. അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കാതിരിക്കുന്നില്ല, പരിഗണിക്കാതിരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വിധേന ഇപ്പം കിട്ടണമെന്ന് വിചാരിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇപ്പം തരുന്നതാണോ നല്ലത്, പിന്നീട് തരുന്നതാണോ നല്ലത്, നമുക്കറിയില്ല നമ്മുടെ ഭാവി. അതുകൊണ്ട് പടച്ചറബ് കേൾക്കും, അവൻ ഉത്തരം നൽകും, അവൻ പരിഗണിക്കും. അവന് ഇഷ്ടമാണ്, പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്, ചോദിക്കുന്നത് ഇഷ്ടമാണ്. ഒരാളോട് ഒന്നിലധികം തവണ കടം ചോദിക്കാൻ പറ്റുമോ? അയാൾ നമ്മളെ കാണുന്നിടത്തൊക്കെ മുങ്ങൂലേ? മനുഷ്യന്മാർക്ക് ചോദിക്കും തോറും വെറുപ്പ് കൂടും. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും തോറും ഹബ്ബ് കൂടും. നമ്മുടെ കൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു തആല ഉണ്ടാവും. അതുകൊണ്ട് ധൃതി കാണിക്കാതിരിക്കുക. നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാതെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. ദഅവത്ത്, സമൂഹത്തിൽ തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ ദഅവത്ത് നടത്തൽ നമുക്കൊക്കെ ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിക്കാതെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഫല യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ കാര്യം, ഹറാമിന് വേണ്ടി ആകരുത് തേടുന്നത്. മാമിൻ മുസ്ലിമി യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹിമാ ഇസ്മുൻ വലാ ഖതിഅതു റഹ്മിൻ ഇല്ലാ അതാഹുല്ലാഹ്. കുടുംബബന്ധം മുറിക്കാനോ പാപങ്ങൾ ചെയ്യാനോ വേണ്ടിയല്ല ഒരാൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥനയാണ്, പടച്ചോനാണ്. ആ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കാൻ, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാൻ, രാത്രിയിൽ അന്ത്യയാമങ്ങൾ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക. പ്രത്യേകിച്ച്
റജബ് മാസം പരിപാവനമായ മാസമാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. റസൂലുള്ള മഹത്വപ്പെടുത്തിയ 4 മാസങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഈ മാസത്തിൽ നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും, ഈ മാസത്തിൽ തിന്മകൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ശിക്ഷയും ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മാസത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന്, ഈ മാസത്തെ അറിയിച്ചാൽ തന്നെ ഒരുപാട് കൂലിയുണ്ടെന്ന് പറയുന്ന ആൾക്കാർ, ഈ മാസത്തിൽ നോമ്പ് നോറ്റാൽ 27ാമത്തെ ദിവസം നോമ്പ് നോറ്റാൽ 60 മാസം നോമ്പ് നോറ്റ കൂലിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് റജബിന് ഇത്ര മഹത്വങ്ങൾ പറയുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. പിന്നെ ഇസ്രാ മിഅ്റാജ് നടന്നത് ഈ മാസത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഈ മാസത്തിൽ തന്നെയാണ് ഇസ്രാവും മിഅ്റാജും നടന്നതെങ്കിൽ ഇസ്രാവും മിഅ്റാജും കഴിഞ്ഞിട്ട് 11 കൊല്ലം റസൂലുള്ള ജീവിച്ചു. പ്രവാചകനൊരു മിഅ്റാജ് നോമ്പ് നോറ്റിട്ടില്ല. മിഅ്റാജ് നോമ്പിനെക്കുറിച്ച് പറയുന്ന ഈ ഹദീസ് മൗളൂ ആണ്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാനും പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിൻ്റെ മുഹബ്ബീങ്ങളായിട്ട് മാറുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും തടഞ്ഞു വെക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അവനിഷ്ടപ്പെട്ട സമയത്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി സ്വർഗ്ഗക്കാരനായി ഈ ലോകത്തു നിന്ന് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സന്തോഷവും ശാന്തിയും ഈ സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതക്കാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അള്ളാഹുർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അള്ളാഹുവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരക്തം കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.